എന്നാലും നിന്നെ കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ വരും എന്ന് പറഞ്ഞ ഞാൻ വരും. നിനക്ക് ഉപദ്രവം ഉണ്ടാക്കില്ല, ഞാൻ വന്നോളാം. എന്നാ എന്തെങ്കിലും ചെയ്യും, എനിക്ക് ടിപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിനക്ക് 1-2 പിക്കപ്പ് ലൈൻസ് പറഞ്ഞു. എടുത്ത് എത്ര നേരമായടാ? എടാ ഒരു 5 മിനിറ്റും കൂടെ അവളിപ്പോ വരും. എടാ ഇന്നും 5 മിനിറ്റാ? എടാ വന്നിട്ട് 1 മണിക്കൂറല്ലേ ആയുള്ളൂ. എടാ ഇത്ര നേരമൊക്കെ ഇരുന്നപ്പോ വരും. എടാ ഇവളുടെ ഈ കേസ് കണ്ടപ്പോഴേ എനിക്കറിയാം ഇത് നടപടിയാവുന്നില്ല. എടാ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും വരാൻ ഒരു 10 മിനിറ്റ് എടുക്കും. നിന്റെ മറ്റേ ലൈനല്ലേ അമലിന്റെ അടുത്ത് നീ മ്യൂച്വലായിട്ട് തോണ്ടിയ അശ്വതി വെച്ചു, അതിന്റെ കാര്യം പറഞ്ഞു എന്തായി? അത് പോയടാ. അതങ്ങനെ പോയി. അതല്ലെങ്കിൽ നമ്മളീ പറയില്ലേ, നമുക്ക് ഈ അർഹതപ്പെട്ടത് മാത്രം നമ്മൾ ഈ മാന്താൻ പാടോ, ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും. വേറെ ആള് മാന്തി മാന്തി അത് കണക്കി. ഇപ്പൊ എനിക്ക് സമാധാനായി. എന്നാലും ഇത് വരാൻ ഇത്ര വൈകുന്ന? എടാ അശ്വതി അച്ചു അയാളുടെ പേര് കണ്ടാ മതി. ഈ ഒരു നാറിനെ കാരണം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരെണ്ണത്തിനെ നമ്പാൻ നിൽക്കരുത്. എടാ അതെ, സാധാരണ അവിടെ വരേണ്ട സമയം ആയല്ലോ. ഈ എവിടെ പോവാണെങ്കിലും അവള് സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇടും. ഞാൻ ആ വഴി ഒന്ന് തപ്പി നോക്കിയാലോ? ഒരു നെഗറ്റീവ് അടിക്കണ്ട, ചെറുതായിട്ട് ശീലമായിക്കോളൂ. എന്നാ അവല് ചെയ്ത് തപ്പി നോക്കാം, അവളിപ്പോ വരുമായിരിക്കും. പിന്നെ ശരാ വരല്ലേ? എടാ ഇതാരോ അവളുടെ കൂടെ മൈൻ എന്നൊക്കെ പറഞ്ഞിട്ടേക്കണ ഒരു കോന്തൻ. എടി അഖിലല്ലേ? ഇത് മറ്റേ അമ്മന്റെ ഫ്രണ്ട്. ഓ അമലും അഖിലും എല്ലാം. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. സത്യം പറഞ്ഞ ആളിയാ, നിനക്കൊരു ലൈൻ വീഴാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ നെഞ്ചത്തൊരു കനം വരുന്നു, ഒരു കല്ല് വെച്ച ഫീലായിരുന്നു. ആ കല്ലിപ്പോ എന്റെ നെഞ്ചത്തുണ്ട്. ഇപ്പോഴാണ് അത് പോയത്. ശരിയാക്കി തരാം. ഇല്ലേ പിന്നെ ഇതിന്റെ ഈ തേപ്പ് കിട്ടുന്ന വിഷമം എന്താന്ന് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനം. എന്റെ സമാധാനം മൊത്തം പോയി. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. എനിക്കുള്ള പണി എന്തിനാ? അവളോട് പറഞ്ഞ അവളോട് പറഞ്ഞാണല്ലോ. അളിയാ നീയല്ലേ എന്റെ അടുത്ത് ടിപ്സ് ചോദിച്ച? എനിക്ക് ഓർമ്മ ഒരു പാട്ടുണ്ട് ഈ സിറ്റുവേഷന് പറ്റിയ. പാടട്ടെ.